ഒരു പാക്കറ്റ് തൈരും ഒരു സവാള ഒരു തക്കാളി ഒരു 4 പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് കൂട്ടാൻ തേങ്ങയൊന്നും ചേർക്കാത്ത കട്ടിയോട് കൂടിയ ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രം ചേർത്താൽ മതിയാവും. അതിനുശേഷം തക്കാളിയും ഇതേപോലെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ, എങ്കിൽ മാത്രമേ പെട്ടെന്ന് വഴണ്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിൽ മുളക് പൊടി കൂടി ചേർക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാവുന്നതാണ്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാനിവിടെ 4 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് തൈര് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒരു 3 തവണ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് 2 നുള്ളു കായപ്പൊടി ചേർക്കണം. ഒപ്പം തക്കാളിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് വേവിക്കുന്നത് തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കേണ്ടതുമാണ്. തക്കാളി നന്നായി സോഫ്റ്റായി വെന്ത് വരുന്നത് വരെ നമുക്ക് ഇതേപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ തക്കാളി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. വീണ്ടും അടച്ച് വെച്ച് മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തൈര് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. ഇതൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നത് ഒരു മോരുകറിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനലൊന്ന് കയറി നോക്കി സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.